ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു ഏത്തക്കൊല കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചിപ്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് കായ എടുത്തിട്ടുണ്ട്. നമുക്കത് എത്ര എളുപ്പം പൊളിക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കായയുടെ ചെവിട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഇത്രയും നീളത്തിലങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഈ സാധനം നമുക്ക് ഇനി ഇത് തോരൻ വെക്കാൻ എടുക്കാം. നമ്മൾ ഈ കായയുടെ ഒടിവ് വരുന്ന ഭാഗം നോക്കി ചാത്തിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുതയ്ക്കണം. കയ്യെ കറവറ്റായിരിക്കാൻ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഇടാവുന്നോ അല്ലെ കയ്യേറ ഉപയോഗിക്കാവുകയും ചെയ്യാവുന്നതാണ്. പിന്നെ ഒടിവുള്ള ഭാഗം മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് പുതച്ചെടുക്കാം. നമ്മളൊരു കായയുടെ 3 ഭാഗത്തെ ഒടിവിൻ്റെ അവിടെ ഒന്ന് പുത കൊടുത്തിട്ടുണ്ട് ഇല്ലല്ലേ. ഇനി ഇത് നമുക്ക് പിച്ചാത്തി ഇല്ലാതെ തന്നെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ നോക്കും. കായയുടെ പോള ഏതായാലും പൊട്ടാതെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം എടുക്കാം. കണ്ടോ, അത് നന്നായിട്ട് കിട്ടുകയും ചെയ്തു. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാം. നമ്മൾ അരിയുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ അരിയാൻ നോക്കണം. കാരണം മൂപ്പ് വരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപോലെ അരിഞ്ഞെടുക്കണം. ഇതിനി ഇങ്ങനെ ചരിച്ച് നമുക്ക് അരിയാനും ഒപ്പം അന്നേരം നല്ല നീളം കഷ്ണത്തിന് കിട്ടും. ചെറിയ കായൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ചെടുക്കണം. അപ്പം ഓരോ പീസിനും നല്ല വലിപ്പം നമുക്ക് തോന്നിക്കും. കണ്ടില്ലേ, അപ്പം തമ്മിലുള്ള വ്യത്യാസം കണ്ട് ഞാനിത് വട്ടത്തിലരിഞ്ഞപ്പം ഇത്രയും വലിപ്പമേ ഉള്ളൂ. നീളത്തിലരിഞ്ഞപ്പം കണ്ടില്ലേ, ഈ വലിപ്പം കിട്ടി. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കാം. കായെല്ലാം നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് ഒന്നിനൊന്നും ഒട്ടാതെ വേണം നമുക്ക് പറക്കിയിടാനും ഇല്ല. ഏത്തയ്ക്ക കഴിയുന്നവരുണ്ടെങ്കിൽ അത് വെള്ളം നല്ലപോലെ തുടച്ച് മാറ്റിയതിന് ശേഷം അരിഞ്ഞെടുക്കുക. നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ വീട്ടിൽ തയ്യാറാക്കിയ ഉപ്പേരിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.